ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ അച്ഛൻ വരികയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉണ്ണിക്കണ്ണനും അമ്മയും ഞാനൊക്കെ കൂടെ അച്ഛനെ വിളിക്കാൻ വേണ്ടി പോവാട്ടോ. കുഞ്ഞാമ്മൻ്റെ കൂടെയാണ് പോണത്. നമ്മൾ വലിയച്ഛൻ്റെ കൂടെയാണ് പോവാറ്. വലിയച്ഛന് വേറൊരു ഓട്ടോ ഉള്ളതുകൊണ്ട് നമ്മൾ കുഞ്ഞാമ്മൻ്റെ കൂടെ പോകുന്നത്. അങ്ങനെ കൊച്ചി എയർപോർട്ടിൽ അച്ഛൻ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി പോവാണ്. നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോകുമ്പോൾ തന്നെ. അങ്ങനെ ട്രോളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. ഉണ്ണിക്കണ്ണനാണെങ്കിൽ വണ്ടിയിൽ നല്ല കളിയായിരുന്നു. അവനാണെങ്കിൽ ഇരിക്കാൻ കുറച്ച് മടിയായതുകൊണ്ട് തന്നെ അവൻ നിന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കൊത്തിപ്പിടിച്ചവിടെ നിൽക്കുന്നുണ്ട്. അമ്മയും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ പോയിട്ട് ഇടിക്കുന്നുണ്ട്. പക്ഷെ കളിയുടെ ആ ഒരു സ്പിരിറ്റിൽ അതൊന്നും അവൻ കാര്യമാക്കുന്നില്ല. നല്ല കളിയിലാണ്. അതിന് അമ്മ എന്തൊക്കെയോ എത്തിച്ചു നോക്കി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴയായിരുന്നു. മഴയുണ്ടായിരുന്നു, ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് ലേറ്റായി ഇറങ്ങിയതുകൊണ്ട് തന്നെ നേരം വഴുക്കും നല്ല പേടിയുണ്ടായിരുന്നു. 3 മണിക്കാണ് അവിടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. അങ്ങനെ കുറച്ച് നേരം ട്രാഫിക്കിലൊക്കെ പെട്ടു. നേരം വൈകിട്ട് നമ്മളങ്ങനെ പോവാണ്. പിന്നെ കുറച്ച് മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് നല്ല വെള്ളമായിട്ടുണ്ടായിരുന്നു. കാരണം നല്ല മഴ പെയ്തു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റോഡിലൊക്കെ വെള്ളമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തി. പേടിക്കണ്ട, എൻ്റെ ഇടയ്ക്കൊന്ന് ഫോണൊന്നും വീണതാണ്. അങ്ങനെ എയർപോർട്ടിൻ്റെ അവിടെ എത്തി. ഭയങ്കരമായിട്ട് സന്തോഷമായി എയർപോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഇതുവരെ കൊച്ചി എയർപോർട്ട് ആയതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് ലോങ്ങാണ് കേട്ടോ. അപ്പോൾ ഇരുന്നിരുന്ന് ആകെ മടി പിടിച്ച് ഒരു ഇതായിട്ട് നമ്മൾ അങ്ങോട്ട് എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നേരം വൈകിയോണ്ട് തന്നെ കുറച്ച് നല്ലതിൽ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇനി വന്നോ ഇറങ്ങിയോന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ നമ്മളങ്ങോട്ട് എയർപോർട്ടിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് മുകളിൽ കൂടെ പോകുമ്പോൾ ഒരു സങ്കടമാണ്. കൊണ്ടാക്കാൻ പോകുമ്പോൾ കുറച്ച് സങ്കടം കേട്ടോ. പക്ഷെ അടിയിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ വിളിക്കാൻ പോകല്ലേ, അതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ പോവാണ്. പിന്നെ നേരം വഴുക്കും ഇച്ചിരി പേടിയുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന സമയത്ത് അവിടെ വലിയ തിരക്കൊന്നും കാണാണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു ഇപ്പോൾ വന്നിട്ട് പോയി കാണും എല്ലാവരും, ഫ്ലൈറ്റ് ഇറങ്ങിയെന്നോ ഇതാ പോകുന്നു. പിന്നെയാണ് നമ്മൾ ആക്ച്വലി ശ്രദ്ധിക്കുന്നത്. അമ്മ പറയുന്നത് 3:30ക്കാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എന്നാലും 3 വരെ നമ്മളവിടെ എത്തിയത്. നമ്മൾ ആദ്യം വിചാരിച്ചത് 3 മണിക്കാണെന്നാണ്. അങ്ങനെ അവിടെ കുറച്ച് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളവിടെ പോയി. പിന്നെ അങ്ങോട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. എല്ലാ പ്രാവശ്യവും അച്ഛൻ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ലാസ്റ്റാണ് വരിക. എല്ലാവരും അന്നേരം ലാസ്റ്റാണ് വരിക. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അത്ര വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ ആൾ വന്നു. പിന്നെ നേരം വഴുകും നല്ല പേടിയുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ അച്ഛൻ ഞങ്ങളെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഉണ്ണിക്കണ്ണനും ഞാനൊക്കെ അവിടെ നോക്കിയിരിക്കാം കേട്ടോ. അതിന് കുറച്ച് നമുക്ക് അങ്ങോട്ട് വേറെ സൈഡിലോട്ട് പോയി കാണുന്നുണ്ടെങ്കിൽ അച്ഛൻ ഡ്യൂട്ടി ഫ്രീ തന്നെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനും ഉണ്ണിയും കൂടി അവിടെ പോയി നിൽക്കുകയാണ്. അങ്ങനെ ഇപ്രാവശ്യം അത്ര വെയിറ്റൊന്നും ചെയ്യാണ്ട് തന്നെ അച്ഛൻ പെട്ടെന്ന് എത്തി കേട്ടോ. അതവിടെ എന്തോ ചെക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ലഗേജൊക്കെ അവിടെ വെച്ച് എന്തോ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ കണ്ടു കേട്ടോ. അച്ഛൻ കണ്ടു. നമ്മൾ ആദ്യം അച്ഛനെ കണ്ടു. എന്നിട്ട് അച്ഛൻ തിരിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ കണ്ടു. എന്നിട്ട് ഇതാ നമുക്ക് ടാറ്റൊക്കെ തന്നിട്ട് വരുന്നുണ്ട്. കാരണം ഞങ്ങൾ 3 ആൾക്കാർ അവിടെ നിൽക്കുന്നത്. അമ്മ ഇവിടെ നിൽക്കുന്നു, ഞങ്ങളവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അച്ഛനെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ മെല്ലെ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ അവിടെ പോയിട്ട് എൻട്രൻസിൻ്റെ അവിടെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് എത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ട് അധികം കുട്ടികളൊന്നും കടത്തി വിടുന്നില്ല. കുട്ടികളെന്നല്ല, നമുക്ക് അങ്ങനെ ഫാമിലീനൊന്നും ഉള്ളിലേക്ക് കടത്തി വിടില്ല. ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന ആൾക്കാരെന്നെ കേട്ടോ നിൽക്കുന്നത് കമ്മിയുടെ അപ്പുറത്ത്. അങ്ങനെ പക്ഷെ ഞങ്ങൾ അതിക്രമിച്ച് അങ്ങോട്ട് കയറി. അച്ഛൻ വന്നു. ഉണ്ണിക്കണ്ണനേറ്റ് ഗംഗത പോന്നു. ബാക്കി തന്നെ ഞാനും ഉണ്ട്. അങ്ങനെ അച്ഛനെ കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ചിരി. എന്താണെന്നൊന്നും അറിയില്ല. കുറച്ച് നേരം അങ്ങോട്ട് നല്ല ചിരി തന്നെയായിരുന്നു. എല്ലാവരും ചിരിക്കാനും ഉണ്ണിക്കണ്ണൻ അച്ഛൻ എടുത്തു. ആൾക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനെ നല്ല കണ്ട് പരിചയമൊക്കെയുള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പെട്ടെന്ന് തന്നെ അച്ഛൻ വിളിച്ചപ്പോൾ പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ട്രോളി തള്ളുന്നൊരു പണിയായിരുന്നു. 2 ആളും കൂടി ട്രോളി തള്ളി അപ്പുറത്തെ ചേച്ചിന് തള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ തട്ടിയില്ല, നമ്മളങ്ങനെ പോയി. അങ്ങനെ അത് വളയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ ട്രോളി. അങ്ങനെ നമ്മൾ വളച്ച് അല്ല തള്ളി വരികയാണ്. അന്നെന്താ അമ്മയും നമ്മുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട് കേട്ടോ. പാവം അമ്മ കമ്മിയുടെ ബാക്കിൽ പെട്ടുപോയി. അങ്ങനെ അച്ഛൻ പുറത്ത് വന്നു. അച്ഛൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിക്കണ്ണൻ. അങ്ങനെ മിഠായിയൊക്കെ പൊളിച്ച് തരുന്നുണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ പോയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ. അങ്ങനെ നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ പെയ്ത മഴയുടെ ബാക്കിയാണ് തോന്നുന്നു. നല്ല മഴ തന്നെയായിരുന്നു. കുറച്ച് നേരം മഴ പെയ്യുമ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ കുറച്ച് നേരം പെയ്യുമ്പോഴത്തേക്കും നല്ല വെള്ളം റോട്ടിലായാലും നല്ല വെള്ളമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്നപ്പോഴത്തേക്കും
മഴയത്തായതുകൊണ്ട് എല്ലാം നല്ല പോകുന്നത്. പിന്നെ നമുക്ക് ആക്ച്വലി നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോൾ നൈറ്റ് എത്തേണ്ടതാണ്. പക്ഷെ നമ്മൾ എത്തിയത് 9 മണിക്കാട്ടോ. അവിടെ ആ ബസ് പോകുന്നിടത്ത് വെള്ളം നല്ല ഉണ്ട്, റോഡിലൊക്കെ നല്ല ഒഴുക്കാട്ടോ. കാറിൻ്റെയൊക്കെ പകുതി വരെ വെള്ളം ഉണ്ടായിരുന്നു ആ ഒരു സൈഡിൽ. നമ്മൾ പോകുന്നിടത്ത് അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് മഴ തന്നെയായിരുന്നു കേട്ടോ വീടെത്തുന്ന വരെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിലാട്ടോ കയറിയത് ഫുഡ് കഴിക്കാൻ. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഉണ്ണിക്കണ്ണൻ അച്ഛനായിട്ടൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോകുമ്പോഴും മഴ തന്നെ കേട്ടോ. നമ്മൾ എത്തുന്ന വരെ ആക്ച്വലി മഴ തന്നെ ആയിരുന്നു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നല്ല മഴ. അതിൻ്റെ ഇടയ്ക്ക് ഈ മഴയും ട്രാഫിക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരു പണിയും കിട്ടി. നമ്മൾ മണ്ണുത്തിയിൽ നിന്ന് നമ്മളങ്ങോട്ട് വരുന്നതിൻ്റെ പകരം നേരെ പാലക്കാട് കുതിരയാൻ തുരങ്കല്ലേ അങ്ങോട്ട് പോയി. വഴിയൊക്കെ തെറ്റി. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നു. അങ്ങനെയും കുറച്ച് ലേറ്റായി. പിന്നെ വെള്ളമൊക്കെ തെറിക്കുന്നുണ്ട്. മെല്ലെ പോകുന്നത് വണ്ടിമയ്ക്കും വെള്ളമൊക്കെ തെറിക്കുന്നത്. അപ്പോൾ കാണാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നല്ല മെല്ലെ തന്നെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ട്രാഫിക്കിലൊക്കെ പെട്ട് വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ ട്രാഫിക്കൊക്കെ മെല്ലെ കഴിഞ്ഞ് കുറച്ച് നേരം വീട്ട് തന്നെയാണ് പോയത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല മഴ പുറത്ത്. ഇപ്പോൾ സൈഡിലോട്ട് ഇടിച്ച് നല്ല കാണാം, നല്ല മഴയാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല മിന്നലും ഉണ്ട്. ഇടി വെട്ടുന്ന അങ്ങനെ കേട്ടിരുന്നില്ല. ഈ വെട്ടാണ്ടാണോ അത് കേൾക്കാണ്ടാണോ എന്നറിയില്ല. ഇടി കുറവായിരുന്നു, മഴയാണ് കൂടുതലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല മിന്നൽ അറിയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ മഴയും കഴിഞ്ഞിട്ട് നമ്മൾ നല്ല സേഫായിട്ട് വീട്ടിലെത്തി. അപ്പോൾ ഓക്കെ, ബൈ.